ലഹരി വിൽപ്പനയ്ക്കിടെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈർ പിടിയിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. കുന്ദമംഗലം ചൂലാമ്പൽ ബസ് സ്റ്റോപ്പിന് സമീപമാണ് സംഭവമുണ്ടായത്. ബുജൈറിന്റെ പക്കൽ നിന്നും കഞ്ചാവ് പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം ലഹരിക്കെതിരെയുള്ള പി.കെ. ഫിറോസിന്റെ പോസ്റ്റുകൾ കുത്തിപ്പൊക്കി സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, വലിയൊരു തിരിച്ചടിയാണ് പി.കെ. ഫിറോസിനുണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സഹോദരൻ പി.കെ. ബുജൈറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ പി.കെ. ഫിറോസിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ലഹരി വിരുദ്ധ സന്ദേശവുമായി യൂത്ത് ലീഗ് വളരെ സജീവമായിരുന്നു. അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ പി.കെ. ഫിറോസ്. ഇപ്പോൾ പി.കെ. ഫിറോസിൻ്റെ സഹോദരൻ പി.കെ. ബുജൈറിനെയാണ് ഇപ്പോൾ കുന്ദമംഗലം പോലീസ് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിൽ കൂടിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ബുജൈർ ഇപ്പോൾ കുന്ദമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്നലെയാണ് സംഭവം. കുന്ദമംഗലത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുജൈറിനെ പോലീസ് വാഹന പരിശോധന നടത്തിയത്. ബുജൈറിന്റെ ഇരുചക്ര വാഹനം തടഞ്ഞു നിർത്തി അത് പരിശോധിക്കുകയാണ് ചെയ്തത്. പിന്നീട് ബുജൈറിന്റെ ബാഗിൽ നിന്നും കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്ന, അത് പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ സിഗരറ്റ് അടക്കമുള്ള ലഹരി വസ്തുക്കളും പോലീസ് പിടികൂടിയിരുന്നു. ഈ സംഭവത്തിൽ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം ബുജൈറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് ഇത് പരിശോധിക്കാൻ എത്തിയ സിവിൽ പോലീസ് ഓഫീസറായ അജേഷിനെ ബുജൈർ മർദ്ദിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അജേഷിന്റെ മുഖത്ത് അടിക്കുകയും അതോടൊപ്പം തന്നെ അജേഷിനെ നിലത്ത് തള്ളിയിടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം ബുജൈറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിരുന്നു. നിലവിലിപ്പോൾ ബുജൈറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രധാനമായും ഈ ബുജൈറിനെതിരെ നിലവിൽ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് പി.കെ. ഫിറോസിനെ സംബന്ധിച്ചും ഈ സംഭവങ്ങൾ. കാരണം തുടർച്ചയായി തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ തുടർച്ചയായി യൂത്ത് ലീഗ് നടത്തിയിരുന്നു. അതിന് പാണക്കാട് കുടുംബവും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയായിരുന്നു പി.കെ. ഫിറോസിൻ്റെയും പ്രവർത്തനങ്ങൾ. സ്വന്തം വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ലഹരി കടത്ത് പ്രതി തന്നെ ഉണ്ട് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ പലരും കുത്തിപ്പൊക്കുന്നുണ്ട്. ഡോക്ടർ KT ജലീൽ അടക്കം ഇതിനെതിരെ രൂക്ഷമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല പലരും സമൂഹ മാധ്യമങ്ങളിൽ പി.കെ. ഫിറോസിനെതിരെ ഒരു ആയുധമായി തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പി.കെ. ഫിറോസിനെ സംബന്ധിച്ച് യൂത്ത് ലീഗിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ബുജൈറിന്റെ ഈ ഒരു അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. ദേവിക. ശരി ശിവദാസ്, അതോടൊപ്പം തന്നെ ഇയാൾക്ക് പിന്നിൽ കൂടുതൽ കണ്ണികളുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യത്തിലെല്ലാം പോലീസ് അന്വേഷണം തുടർന്ന് വരികയാണല്ലോ. കാരണം പി.കെ. ബുജൈർ എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല, കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിന്റെ സഹോദരൻ കൂടിയാണല്ലോ. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ റിയാസ് എന്ന് പറയുന്ന ഒരു ലഹരി കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ റിയാസിനെ അറസ്റ്റ് ചെയ്തതോടെ റിയാസിനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പി.കെ. ഫിറോസിന്റെ സഹോദരൻ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് അങ്ങനെയാണ് ലഭിച്ചത്. അതായത് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരു പ്രതിയെ ചോദ്യം ചെയ്തു. അതിനുശേഷം അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബുജൈറിലേക്ക് പോലീസ് എത്തുന്നത്. അങ്ങനെയാണ് പോലീസ് ബുജൈറിനെ പിടികൂടാൻ വേണ്ടി ശ്രമിക്കുന്നതും ബുജൈറിൻ്റെ വാഹനം പരിശോധിക്കുന്നതും. അങ്ങനെ ബുജൈറിൻ്റെ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ഉപകരണങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഞ്ചാവ് പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ സിഗരറ്റ് അടക്കമുള്ള വസ്തുക്കളും ബുജൈറിൻ്റെ ബാഗിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവർ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ട്, ലഹരി വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു വലിയ ശൃംഖല തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ തുടരുക തന്നെയാണ്. കാരണം വിശാലമായ വലിയൊരു ശൃംഖല ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു വലിയ കണ്ണി തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ദേവിക. ശരി ശിവദാസ്.